ഹലോ. അപ്പം ഞാനിപ്പം ഇതാ എൻ്റെ വീട്ടിലാണ്. അപ്പം ഞങ്ങൾ തോട്ടത്തിക്കടയൊക്കെ ഒന്ന് പോവാട്ടോ. ഇതാ പപ്പയുടെ അടയ്ക്കാത്തോട്ടാണ് ഇത്. അപ്പം ഞാൻ അടയ്ക്കാത്തോട്ടമൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമുക്ക് തോട്ടത്തിക്കടയൊക്കെ ഒന്ന് പോയിട്ട് വരാം. ഞാനും ഉണ്ട്, പിന്നെ കുട്ടികളും ഉണ്ട്, പിന്നെ മമ്മിയുണ്ട്. ഇത് വീടാണ് കേട്ടോ, പുതിയ വീട് പണിതാണ്. ബാ, അതെ മമ്മി അവിടെ വരുന്നുണ്ട്. ഇവിടെ മഴ മാറിയിട്ടില്ല കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. പോവാം. ഇതൊരു 7 വർഷമായ അടയ്ക്കാത്തോട്ടാണ് കേട്ടോ. അപ്പം ഇതിൽ കായ്ച്ചിട്ടുണ്ട്. അപ്പം വീടിൻ്റെ ചുറ്റും ഇവിടെ അടയ്ക്കാത്തോട്ടാണ് കേട്ടോ. ചുറ്റും അടയ്ക്കാത്തോട്ടം, നടുക്കൊരു വീട്. എന്ത് രസമായിരിക്കും അല്ലേ. അപ്പം ചുറ്റും അടയ്ക്കാത്തോട്ടമൊക്കെ ഉള്ള കാരണം വീട്ടിലാണേലും നല്ല തണുപ്പൊക്കെ ഉണ്ടാവും, അധികം വെയിലൊന്നും അടിക്കത്തില്ല അങ്ങനെ. അപ്പം നമുക്ക് തോട്ടത്തിക്കടയൊക്കെ ഒന്ന് പോയിട്ട് വരാവേ. എൻ്റെ പപ്പ ഒരു കൃഷിക്കാരനാണ് കേട്ടോ. പപ്പയ്ക്ക് കൃഷിയോട് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ പപ്പ ഇവിടെ കർണാടകയിൽ വന്ന സ്ഥലം എടുത്ത് ഒത്തിരി കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ട്. ആദ്യമൊക്കെ ഇഞ്ചി കൃഷിയായിരുന്നു, പിന്നെ വാഴ, റബ്ബർ, അടയ്ക്ക, അങ്ങനെ ഒത്തിരി കൃഷികൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം മെയിനായിട്ടും അടയ്ക്കയാട്ടോ ഉള്ളത്. ഈ തോട്ടത്തിൻ്റെ നടുക്കോടെ ഒരു വഴി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അപ്പുറം ഇപ്പുറം അടയ്ക്കാത്തോട്ടം, പിന്നെ നടുക്ക് നമുക്ക് നടക്കാനും പിന്നെ വണ്ടി പോകാനൊക്കെ ആയിട്ട് ഒരു ചെറിയ റോഡ് പോലെയുണ്ട്. ഇതെന്നാ കോഴിവളം കൊണ്ടുവച്ചേക്കണ? ഇത് അടയ്ക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കോഴിവളം ഇറക്കിയേക്കുന്നതാണ് കേട്ടോ. ഇതേതാ ഇത്? മംഗളയാ? ആ, മോഹിത് നഗർ അല്ലേ. ഇത് ഫുള്ള് മോഹിത് നഗർ തന്നെയാ? ആ, മംഗള മിക്സ് ഉണ്ട്. കൂടുതലും മോഹിത് നഗർ അല്ലേ. ഇവിടെ ചെറിയ ഷെഡ് ഉണ്ട് കേട്ടോ, അങ്ങ് കാണുന്നത്. അത് പണിക്കാരൊക്കെ വരുമ്പോൾ താമസിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പം മഴ ആയതുകൊണ്ട് ട്രിപ്പ് പൈപ്പൊക്കെ എടുത്ത് വെച്ചേക്കും. ഇത് മറ്റേ മോട്ടറിൻ്റെ ഇവിടെ ഒരു ബോറടിച്ചിട്ടുണ്ട്. അപ്പോൾ ബോർവെല്ലിൻ്റെ മോട്ടറിൻ്റെ സ്വിച്ച് ബോർഡൊക്കെ വെച്ചേക്കുന്ന ഒരു ചെറിയ ബോക്സാണ്. ഇതിങ്ങനെ അവിടെ വരെ ഉണ്ട്. ഇതിൻ്റെ അപ്പുറത്തൊരു പുഴയുണ്ട് കേട്ടോ. അത് പുഴയിൽ നല്ല വെള്ളമായിരിക്കുമല്ലോ അമ്മേ. ഇത് ബോർവെല്ല്. ആ, ഇത് ബോർവെല്ല്. ഇത് ഇവിടുത്തെ ബോർവെല്ലാട്ടോ. ഇവിടെ നിന്നാണ് ഇപ്പോൾ തോട്ടത്തിലേക്കൊക്കെ വെള്ളം എടുക്കുന്നത്. മയില് പോകുന്നുണ്ട്, മയില്. ആ, ഈ തോട്ടം ഇവിടം വരെയാണ് കേട്ടോ. പിന്നെ മറ്റേ അപ്പുറത്തോട്ട് പഴയ തോട്ടമുണ്ട്. അപ്പുറത്തോട്ട് പഴയ തോട്ടമാണ്. അതെത്ര വർഷമായി കാണും അമ്മേ? ആ, വലിയ മരം 10-25 വർഷമായ മരം അപ്പുറത്തുള്ളത്. പിന്നെ ചെറിയ തൈയും വെച്ചിട്ടുണ്ട്. തൈ വെച്ചിട്ടിപ്പം 4-ാം വർഷമായത്. ഇതാണ് കേട്ടോ ഈ തോട്ടം. ഇവിടെ തീരുവാണ്. ഇത് പഴയ തോട്ടം. ഇപ്പം ഇവിടെ ഒരു പുഴയുണ്ട് കേട്ടോ. പണ്ടൊക്കെ ഈ പുഴയിൽ നിന്നായിരുന്നേ വെള്ളമൊക്കെ അടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ബോർവെല്ലുള്ളതുകൊണ്ട് ഇപ്പം ഇതിനകത്തൊന്നും അടിക്കുന്നില്ല. ഇവിടെ മഴക്കാലത്തൊക്കെ നല്ല വെള്ളം ഉണ്ടാവും കേട്ടോ. ഇവിടെയൊക്കെ വെള്ളം കയറും മഴക്കാലത്ത്. ഇവിടെയൊക്കെ വെള്ളം കയറുമോ അമ്മേ മഴക്കാലത്ത്? അതെയാ, വലിയ മഴയൊക്കെ ഉള്ളപ്പം ഇതെല്ലാം വെള്ളം കയറും.
ഇതാട്ടോ പുഴ. പുഴയിൽ നല്ല വെള്ളമുണ്ട് ഇപ്പം. അതൊക്കെ ഇറങ്ങി മതി. കാരണമുണ്ടോ? ഇതാണ് പുഴ. ഇതാണ് പുഴ. നല്ല ഇതേക്കണം. അത് ചവിട്ടണ്ട, പഴയ. പുതിയ അടക്കൊക്കെ കായ്ച്ചു തുടങ്ങി. ഇതേ സൈസാ? എന്റെ പേരറിയത്തില്ല. ഇതിപ്പോ ഈ കൊല്ലം കായ്ച്ചു തുടങ്ങിയതാ. പിന്നെ പപ്പയ്ക്ക് വേറൊരു സ്ഥലം കൂടി ഉണ്ട് കേട്ടോ. അപ്പം അവിടെ അടയ്ക്ക റബ്ബറൊക്കെ ഉണ്ട്. അപ്പം അവിടെ പണിക്കാരൊക്കെ പണിയുമ്പോൾ പപ്പയാണ് പണിക്കാരെ കൊണ്ട് പണിയിപ്പിക്കുകയൊക്കെ ചെയ്യണേ. പിന്നെ ഇവിടെ പണിക്കാരൊക്കെ ഉള്ളപ്പം അധികം മമ്മിയാണ് കേട്ടോ പോയി നിൽക്കാറൊക്കെ ഉള്ളത്. അപ്പം മമ്മിക്ക് ഇടയ്ക്കൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ സ്റ്റൂളൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ, ഇടയ്ക്ക് മടുക്കുമ്പോൾ ഇരിക്കാനായിട്ട്. എവിടെ ഒരു മരം നട്ടിട്ട് 5 തയ്യോ? ഇതാ? ആ, ഒരടയ്ക്കാമരം നട്ടിട്ട് 5 തൈ. 6 അല്ലേ? ഇതല്ലേ? 5 അഞ്ചാമേ. ഒരടയ്ക്കാമരം നട്ടിട്ട് 5 തൈ. കുറവായിരിക്കും അല്ലേ? നമ്മുടെ അതിനപ്പുറത്ത് ഒരു റോഡാണ്. നമ്മൾ അടയ്ക്കാത്തോട്ടത്തിന്റെ എൻഡിലെത്തിയിട്ടുണ്ട്. ഇതാട്ടോ നമ്മുടെ അതിര്. ഇതിന്റെ അപ്പുറത്തോടെ റോഡാണ്. ഇത് എത്ര ഏക്കറാ? ഇതും അതെല്ലാം കൂടെ 5.5 ഏക്കറാണ്. മൊത്തം 5.5 ഏക്കറാ അടയ്ക്കാത്തോട്ടം. ഈ തേക്ക് നല്ല തയ്യ, അതൊക്കെ കായ്ക്കാൻ തന്നെ നന്നായിട്ട് കായ്ക്കും. ഇത് തയ്യ, ഇതൊക്കെ തൈമര. ഒക്ടോബസിന്റെ കാല്. ഇവിടെയൊക്കെ ചോട് കളിച്ച് വളമൊക്കെ ഇട്ട് കൊടുത്തതാട്ടോ ഈയിടെ. അപ്പം ഇവിടെ വരെയുള്ളൂ നമ്മുടെ തോട്ടം ഇവിടെ വരെയുള്ളൂ കേട്ടോ. ബാക്കി അപ്പുറത്തോട്ടുള്ളത് കന്നഡക്കാരുടെ തോട്ടമാണ്. അപ്പോൾ ഇതവിടെ വേലി കണ്ടില്ലേ, വേലി. ഇത്രയേ ഉള്ളൂ നമ്മുടെ തോട്ടം. അപ്പോൾ എല്ലാവരും നമ്മുടെ അടയ്ക്കാത്തോട്ടമൊക്കെ കണ്ടല്ലോ അല്ലേ? അടയ്ക്കാത്തോട്ടം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.